ഒരു റൂബിക്സ് ക്യൂബ് ആദ്യമായി ചെയ്യുന്ന ഒരാൾക്ക് വളരെ ലഘുവായി അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പീസാണ്. ഈ നടുക്കുള്ള പാർട്ടിന് ഒരു നിറം മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും ചലിക്കുകയുമില്ല. ആ നിറമായിരിക്കും ആ ഫേസിൻ്റെ, ആ ഭാഗത്തിൻ്റെ മുഴുവൻ നിറം എന്ന് പറയുന്നത് ആ നടുക്കത്തെ നിറം തന്നെ ആയിരിക്കും. അതുപോലെ നടുക്കത്തെ ഒരു നിറം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിറം എപ്പോഴും സ്ഥിരമായിരിക്കും. ഇപ്പോൾ ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിറം ഗ്രീൻ തന്നെയായിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് റെഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിറം എന്ന് പറയുന്നത് റോസ് കളർ തന്നെയായിരിക്കും. വൈറ്റ് ആണെങ്കിൽ യെല്ലോ, അത് തന്നെയായിരിക്കും എപ്പോഴും അതിൻ്റെ എതിർവശത്തെ നിറം. ഇനി ഈ കാണുന്നതാണ് അതിൻ്റെ നടുക്കുള്ള എഡ്ജ് പീസാണ്. ഈ പീസിന് 2 നിറങ്ങളുണ്ടാവും. ഇത് മധ്യഭാഗത്തെ നിറവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് നമുക്കത് മാച്ച് ചെയ്യിക്കേണ്ടതുണ്ട്. പിന്നെ അതിന് തൊട്ടിപ്പുറം കാണുന്ന ഈ കോർണർ പീസ്, ഇതിൽ 3 നിറങ്ങളുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ഗ്രീൻ, റെഡ്, ഗ്രീൻ, യെല്ലോ. ഇത് 3 നിറങ്ങളുണ്ടാവും. ഇതും ആ സെൻറ്റർ പീസുമായുള്ള നിറവുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കേണ്ടതുണ്ട്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം വൈറ്റ് പാർട്ട് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഈ വെള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. വെള്ള ഭാഗത്തിൻ്റെ നേരെ എതിർഭാഗം യെല്ലോ ആയിരിക്കും. ആ യെല്ലോ ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ പിടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഈ വൈറ്റ് പാർട്ട് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ നേരെ എതിർഭാഗം യെല്ലോ ആണ്. നമുക്ക് ആദ്യമായിട്ട് ഈ യെല്ലോയുടെ 4 ഭാഗത്തും ഒരു വൈറ്റിൻ്റെ ഒരു ഫ്ലവർ നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഓൾറെഡി വൈറ്റ് ഉണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ആ വൈറ്റായി. ഇനി ഈ 2 ഭാഗത്തുകൂടി വൈറ്റ് കൊണ്ടുവരണം. വൈറ്റ് എവിടെയാണ് ഇരിക്കുന്നത് നോക്കുന്നത്. ഇപ്പോൾ 3 ഭാഗത്ത് വൈറ്റായി. ഇത് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. ഇനിതാ ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്. അതിനെ നമുക്ക് ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ 4 ഭാഗത്തും വൈറ്റ് രൂപീകരിച്ചു. വൈറ്റിൻ്റെ ഒരു ഫ്ലവർ രൂപീകരിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഭാഗമുണ്ട്. ഈ വൈറ്റിൽ നടുക്കത്തെ വൈറ്റിൻ്റെ അരികിലെ കളറ്, ഈ കളറ് ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യണം. ഇനി താഴത്തെ 2 ലെയറും കൂടെ തിരിക്കുക. ഇതാ ഇപ്പോൾ മാച്ചായി. ഈ ഭാഗം നമ്മൾ നേരെ ഈ വൈറ്റ് ഈ ഗ്രീൻ മാച്ച് ചെയ്ത ഈ ഭാഗം നേരെ താഴേക്ക് 180 ഡിഗ്രി തിരിക്കുക. ഇനി അടുത്തായിട്ട് ഈ ഭാഗമാണ്. ഇവിടെയും അതുപോലെ തന്നെ നടുക്കത്തെ കളറ് റെഡാക്കേണ്ടതുകൊണ്ട് റെഡായി കഴിയുമ്പോൾ നേരെ താഴേക്ക് 180 ഡിഗ്രി തിരിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നിറം ബ്ലൂ ആണ്. ആ ബ്ലൂ മാച്ച് ചെയ്യുക. നേരെ 180 ഡിഗ്രി താഴേക്ക് തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ 180 ഡിഗ്രി നേരെ താഴേക്ക് തിരിക്കുക. ഇനി താഴെ ഭാഗം മുകളിലായിട്ട് പിടിക്കുക. അപ്പോൾ വൈറ്റിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്ലവർ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈ കോർണർ പീസ് കൂടി നമുക്ക് ശരിയാക്കേണ്ടതുണ്ട്. ഈ കോർണർ പീസ് കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി 3 കോർണർ പീസ് കൂടെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഭാഗത്ത് എവിടെയാണ് വൈറ്റ് ഉള്ളതെന്ന് നോക്കുക. അത് ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം നോക്കുക. വൈറ്റ് പീസിൻ്റെ സൈഡിലെ കളർ നോക്കുക. ഈ സൈഡിൽ ഓറഞ്ച് കളറാണ്. അപ്പോൾ സെൻറ്റർ ഓറഞ്ച് കളറായിട്ട് മാച്ച് ചെയ്യുക. സെൻറ്ററിൽ ഓറഞ്ച് വരുന്നവരെ തിരിക്കുക. അവിടെ സെൻറ്ററിൽ ഓറഞ്ച് വന്നു. ഇനി ചെയ്യേണ്ടത് വൈറ്റ് ഭാഗം നമ്മുടെ ഫേസിന് നേരെ പിടിക്കുക. ഫേസിന് നേരെ പിടിച്ചതിന് ശേഷം ഈ ഇടതുവശത്താണ് വൈറ്റെങ്കിൽ അത് വലതുവശത്തേക്ക് മാറ്റി വയ്ക്കുക. ഇവിടെയാണ് നമ്മൾ ആ കോർണർ പീസ് കൊണ്ടുവരേണ്ടത്. ആ ഭാഗം നേരെ താഴേക്ക് കൊണ്ടുവരിക. ഈ മാറ്റി വെച്ച ഭാഗം ഇങ്ങോട്ടേക്ക് നീക്കുക. പഴയ പോലെ തന്നെ ക്രമീകരിക്കുക. ഇനി 2 കോർണർ പീസും കൂടിയാണ് നമുക്ക് ക്രമീകരിക്കാനുള്ളത്. എവിടെയാണ് വൈറ്റ് പീസ് ഉള്ളത് നോക്കുക. ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. ആ വൈറ്റിൻ്റെ സൈഡിൽ നിറം നോക്കുക. അത് ബ്ലൂ ആണ്. അതിങ്ങോട്ട് മാച്ച് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോഴേക്കും വൈറ്റ് നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ചതിന് ശേഷം വലത്തോട്ട് മാറ്റി വയ്ക്കുക. മുകളിലത്തെ പാർട്ട് താഴേക്ക് കൊണ്ടുവരിക. വൈറ്റ് നേരെയാക്കുക.
മുകളിലെ നേരെ കൊണ്ടുവരിക. ഇനിയിപ്പോൾ ഒരു കോർണർ മാത്രമേ ഉള്ളൂ, ആ കോർണറിലാണ് വൈറ്റ് നിറം ഇരിക്കുന്നത്. അത് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ വൈറ്റ് ഇരിക്കുന്ന പാർട്ട് മൊത്തത്തിൽ താഴേക്ക് കൊണ്ടുവരിക. ശേഷം അതിൻ്റെ ഏറ്റവും താഴെ ഫേസ് ലെഫ്റ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് നേരത്തെ ഇരുന്ന വൈറ്റ് പഴയ പോലെ ആക്കുക. നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വൈറ്റ് പാർട്ട് മാറരുത്, അത് പഴയ പോലെ വെച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവൂ. ഇവിടെ വൈറ്റ് ഇരിപ്പുണ്ട്. ഈ വൈറ്റിൻ്റെ ഈ ഭാഗം റെഡ് കളറാണ്. റെഡ് മാച്ച് ചെയ്തു. ഇനി ഈ വൈറ്റ് ഭാഗം വലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ 2 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ഒരു പാർട്ട് ഫുള്ള് വൈറ്റായി, ഒരു ലൈൻ അതുപോലെ ഒരേ കളറായി, ഒരേ ഭാഗത്ത് ഓരോ ലൈനും ഒരേ കളറായി. അപ്പോൾ 1ഉം 2ഉം ഘട്ടങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് 3ാമത്തെ ഘട്ടത്തിലേക്കാണ് കടക്കേണ്ടത്. 3ാമത്തെ ഘട്ടത്തിൽ നമ്മളിനി ചെയ്യുന്നത് ഈ പാളിയാണ്. ഈ പാളി നമ്മൾ ഒരേ നിറത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ പൂർത്തീകരിച്ച വൈറ്റ് പാർട്ട് നേരെ താഴെയാക്കി പിടിക്കുക. താഴെയാക്കി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മധ്യഭാഗത്ത് യെല്ലോ ആണ്. അപ്പോൾ ഈ അരികു പാർട്ടിൽ എവിടെയെങ്കിലും യെല്ലോ വരുന്ന പാർട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. യെല്ലോ ഇല്ലാത്ത പാർട്ട് നോക്കുക. അതായത് യെല്ലോ ഇല്ലാത്ത പാർട്ടാണ്, ഗ്രീനും റോസ് കളറുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റോസ് കളറുമായിട്ട് മാച്ച് ചെയ്യണം സെൻറ്റർ കളർ. ഇത് റെഡാണ്. തിരിച്ച് റോസ് മാച്ച് ചെയ്തു. ഈ മാച്ച് ചെയ്യുമ്പോഴേക്കും ഈ 2 കളറും കൂടെ ഒരുമിച്ച് തിരിക്കാവും. ഇത് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗത്ത് മുകൾ ഭാഗത്ത് നിറം നോക്കുക. ഈ നിറം എവിടെയാണ് വരേണ്ടത് നോക്കുക. ഇവിടെയാണോ? അല്ല, ഈ നിറം ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. ഓക്കെ, ഈ നിറത്തെ നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ടോപ്പ് വലത്തേക്ക് തിരിക്കുക. ഇത് ഇടത് ഫേസ് മുകളിലേക്ക് തിരിക്കുക. ടോപ്പ് നേരത്തെ തിരിച്ച ഭാഗത്തേക്ക് തിരിക്കുക, ഇടത്തോട്ട് തിരിക്കുക. ലെഫ്റ്റ് സൈഡ് പഴയ പോലെ തന്നെ താഴേക്കാക്കുക. ഇനി ഈ ഇവിടെ താഴത്തെ ഒരു വൈറ്റ് ഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് ഫേസ് റൈറ്റിലേക്ക് തിരിക്കുക. ഫ്രണ്ട് ഫേസ് ക്ലോക്ക് വൈസിൽ തിരിക്കുക. അതിനുശേഷം ഈ അങ്ങോട്ട് വെച്ചിരിക്കുന്ന വൈറ്റ് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒരു വൈറ്റിൻ്റെ ലൈൻ വന്നു, അത് നേരെ താഴേക്ക് തന്നെ വിടുക. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഭാഗത്ത് വേറെ ഏതാണ് അങ്ങനെ മാച്ച് ചെയ്യുക. ഈ കളർ ഇത് നമുക്ക് ഇങ്ങോട്ടേക്കാക്കണം, ഇത് ഇവിടെ വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മുകൾ ഭാഗം വലത്തേക്ക് തിരിക്കുക, ഇടത് ഭാഗം മുകളിലേക്ക് കൊണ്ടുവരിക, മുകൾ ഭാഗം വീണ്ടും ഇടത്തേക്ക് തിരിക്കുക, ഇടത് ഭാഗം താഴേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് പാർട്ട് ഇരിപ്പുണ്ട്, അത് നമുക്ക് തിരിച്ച് താഴേക്ക് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ടോപ്പ് ഭാഗം ഇടത്തേക്ക് തിരിക്കുക. ഇനി നമ്മുടെ ഫേസ് പാർട്ട് റൈറ്റിലേക്ക് തിരിക്കുക. ഇനി മുകൾ ഭാഗം റൈറ്റിലേക്ക് തിരിക്കുക. ഫേസ് ചെയ്തിരുന്ന ഭാഗം വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. ഇനി ഈ 2 സെൻട്രൽ കോർണർ കൂടാണ് മാറ്റേണ്ടത്. നമ്മൾ നോക്കാതെ ഇവിടെ ഒരു ഗ്രീനും റെഡും ഉള്ള ഭാഗമുണ്ട്. ഗ്രീനുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഈ റെഡ് ഈ ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് ടോപ്പിലേക്ക് തിരിക്കുക, മുകളിലേക്ക് തിരിക്കുക. അതിനുശേഷം ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, താഴേക്ക് എത്തിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് പാർട്ടുണ്ട്, അതിനെ വലത്തോട്ട് മാറ്റി വെക്കുക. ശേഷം ഫ്രണ്ട് ഫേസ് ക്ലോക്ക് വൈസിൽ തിരിയുക. മാറ്റി വെച്ച ആ പീസ് നേരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒരു ലൈൻ രൂപീകരിക്കും, അത് ഇവിടുത്തെയാണ് വൈറ്റ് ലൈൻ. അത് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇനി ഒരു സെൻറ്റർ പീസ് കൊണ്ട് നമുക്ക് നോക്കാം. ഇതാണ് ഈ പീസാണ്, അത് കറക്റ്റായിട്ട് ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്തിരിപ്പുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യമേ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ഫേസ് ടോപ്പിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് ഫേസ് ടോപ്പ് ഫേസ് റൈറ്റിലേക്ക് തിരിക്കുക, പഴയ പോലെ താഴേക്ക് കൊണ്ടുവരിക വലത് ഭാഗം. ഇനി ഇവിടെ ഒരെണ്ണം മാച്ച് ചെയ്തിരിപ്പുണ്ട്, അത് എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് മാറ്റി വയ്ക്കുക.
ഈ ടോപ്പ് ഫേസ് നേരത്തെ റൈറ്റിലേക്കാണ് തിരിച്ചെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് ഫേസ് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ലെഫ്റ്റിലേക്ക് തിരിച്ചതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്ന വൈറ്റിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ദെൻ ആ ലൈൻ താഴേക്ക് വരിക. അപ്പോൾ ഈ സെൻറ്റർ ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത്രയും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഈ മുകളിലത്തെ മഞ്ഞ പാർട്ടിലേക്ക് ശ്രദ്ധിക്കുക. ഈ മഞ്ഞ പാർട്ടിൽ നമ്മളിവിടെ ഒരു 4 വശവും മഞ്ഞയുടെ ഒരു ഫ്ലവർ രൂപീകരിക്കണം. അതിന് ഇപ്പോൾ നിലവിൽ ഈ 2 പാർട്ടിലും മഞ്ഞയായിട്ടുണ്ട്. ഇനി ഈ പാർട്ടിലൂടെ മഞ്ഞയാക്കുക. ചിലപ്പോൾ നമുക്ക് ഈ കുത്ത് മാത്രമേ കാണത്തുള്ളൂ, ഈ പാർട്ട് മാത്രമേ മഞ്ഞ കാണത്തുള്ളൂ. ചിലപ്പോൾ ഒരു ജെ രൂപത്തിലായിരിക്കും മഞ്ഞ കാണുക. അതിന് നമ്മളിങ്ങനെ ജെ രൂപത്തിൽ തന്നെ പിടിക്കുക. ചിലപ്പോൾ ഇതുപോലെ ഒരു വരയായിട്ടായിരിക്കും കാണുന്നത്. ഈ ജെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ വര രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് അടുത്തത് ഇവിടെ 2 പാർട്ടിലും നമുക്ക് മഞ്ഞയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജെ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പിടിക്കുക, അതല്ലെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ പിടിക്കുക. ഈ നമ്മുടെ മുഖത്തിന് നേരെ ഇരിക്കുന്ന ഈ പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ട് വലത്തേക്ക് തിരിക്കുക, വലത് ഭാഗം അതിനുശേഷം മുകളിലേക്ക് തിരിക്കുക, തുടർന്ന് മുകൾ ഭാഗം ഇടത്തേക്ക് തിരിക്കുക, മുകൾ ഭാഗം ഇടത്തേക്ക് തിരിക്കുക. അതിനുശേഷം വലത് ഭാഗം താഴേക്ക് തിരിക്കുക, മുകൾ ഭാഗം വലത്തോട്ട് തിരിക്കുക. അതിനുശേഷം ഈ പാർട്ട് നേരെ താഴേക്ക് കൊണ്ടുവരും. അപ്പോഴേക്കും നമുക്കിവിടെ ഒരു യെല്ലോ ഒരു ഫ്ലവർ ഇവിടെ രൂപീകരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചെയ്യേണ്ടത് ഈ പാർട്ട് കണ്ടോ, ഈ ഭാഗം ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യണം. ഇത് നോക്കിയേ, ഇവിടെ എവിടെയെങ്കിലും മാച്ച് ആയിട്ടുണ്ടോ? ഇല്ല, ഒരു സ്ഥലത്തും മാച്ച് ആയിട്ടില്ല. നമ്മളിങ്ങനെ ടോപ്പ് മാത്രം ഇങ്ങനെ തിരിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ മാച്ചായി, വേറൊരു സ്ഥലത്തും മാച്ച് ആയിട്ടില്ല. ഇനി ഒന്നുകൂടി തിരിച്ച് നോക്കുക. ഇപ്പോഴും ഇപ്പോൾ 2 സ്ഥലം 3 സ്ഥലം ഈ ഭാഗവും മാച്ച് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സ്ഥലം മാത്രം കിട്ടാം, ചിലപ്പോൾ ഈ 2 പാർട്ടും, ചിലപ്പോൾ ഈ 2 പാർട്ടും ആയിട്ട് കിട്ടാം. ഈ 2 പാർട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞു. അതപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരു പാർട്ട് മാച്ചായിട്ടുള്ള ഒരു പാർട്ട് പുറകിലും ഒരു പാർട്ട് വലതുവശത്തും വരുന്ന രീതിയിൽ ക്യൂ പിടിക്കുക. ഒരു ഭാഗം ബാക്കിലും ഒരു ഭാഗം മാച്ചായ ഒരു ഭാഗം വലതുവശവും ഒരു ഭാഗം ബാക്കിലും വരത്തക്ക രീതിയിൽ ക്യൂ പിടിക്കുക. തുടർന്ന് വലതു ഭാഗം മുകളിലേക്ക് തിരിക്കുക, ടോപ്പ് ഇടത്തേക്ക് തിരിക്കുക, വലതു ഭാഗം താഴേക്ക് തിരിക്കുക, ടോപ്പ് വീണ്ടും ഇടത്തേക്ക് തിരിക്കുക, വലതു ഭാഗം മുകളിലേക്ക് തിരിക്കുക, ടോപ്പ് 2 തവണ ഇടത്തേക്ക് തിരിക്കുക. അപ്പോൾ വൈറ്റ് ലൈൻ വന്നു. അപ്പോൾ ആ വലതു ഭാഗം താഴേക്ക് തിരിക്കുക. ഇനി ഈ ടോപ്പ് പാർട്ടുണ്ടല്ലോ, ഒരു തവണ കൂടെ ഇടത്തേക്ക് തിരിക്കുക. ഇപ്പോൾ എല്ലാ സെൻറ്റർ പീസും ഒരേ നിറമായിട്ടുണ്ട് കണ്ടോ. മറിച്ച് നോക്കിയാൽ കാണാം എല്ലാ സ്ഥലവും ഒരേ രീതിയിലേക്കായിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഈ കോർണർ ഒരേപോലെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കോർണർ ഏകദേശം ഒരേപോലെ ആയിട്ടുള്ള മൂല ഏതാണ് എന്ന് നോക്കുക. ഇത് ഏകദേശം ഒരേപോലെ ആയിട്ടുള്ളതാണ്, ബാക്കിയുള്ള എല്ലാം വ്യത്യാസമുണ്ട്. ഇതാണ് ഏകദേശം ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇത് ഈ ഭാഗത്തും ഇത് ഈ ഭാഗത്തും യെല്ലോ മുകളിലായിട്ട് വരുന്ന ഈ ഭാഗം എടുക്കുക. ഇങ്ങനെ ഏകദേശം മാച്ചായിട്ടുള്ള കോർണർ വലത് ഭാഗത്ത് വരത്തക്ക രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഇടത്തേക്ക് തിരിക്കുക, ഈ വലത് ഭാഗം മുകളിലേക്ക് തിരിക്കുക, ശേഷം ടോപ്പ് വലത്തേക്ക് തിരിക്കുക, ഇടത് ഭാഗം മുകളിലേക്ക് തിരിക്കുക, ടോപ്പ് വലത്തേക്ക് തിരിക്കുക, ഇടത്തേക്ക് തിരിക്കുക, ഈ ഭാഗം നേരെ താഴേക്ക് കൊണ്ടുവരിക, ടോപ്പ് വലത്തേക്ക് കൊണ്ടുവരിക, ഈ ഭാഗവും താഴേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഏകദേശം ഈ മൂല തന്നെ, ഈ മൂല ശരിക്കും റെഡിയായി, ഈ മൂല കറക്റ്റായി, ഈ മൂല കറക്റ്റായി. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇത് അവസാനത്തെ സ്റ്റെപ്പാണ്. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ യെല്ലോ ഭാഗം മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ കറക്റ്റ് ആകാനുള്ള ഈ മൂല വലത് ഭാഗത്ത് നമ്മുടെ മുന്നിലായിട്ട് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അതിനുശേഷം ചെയ്യേണ്ടത് ഈ മൂല മുകളിൽ, ഈ മഞ്ഞ ഭാഗം മുകളിൽ വരുന്നത് വരെ ഇങ്ങനെ ചെയ്യുക. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ,
ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്. ഇപ്പോൾ മഞ്ഞ ഭാഗം മുകളിലായി, റൈറ്റ്. അതുകൊണ്ട് നിർത്തുക. ഇനി അടുത്തായിട്ട് ഇവിടെ ഒരു കോർണർ കൂടിയുണ്ട് യെല്ലോ മുകളിൽ വരാൻ. അപ്പോൾ ടോപ്പ് ഭാഗം നേരെ ഇങ്ങനെ ടേൺ ചെയ്തിട്ട് നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന ഭാഗത്ത് കൊണ്ടുവരിക. അതിനുശേഷം ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഇപ്പോൾ പൂർണ്ണമായി യെല്ലോ ആയി, എല്ലാ സ്ഥലവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. ഓക്കെ.